സത്യത്തിൽ ഇന്ന് KNM കേരളത്തിൽ സുന്നി സമൂഹത്തിന് മേലെ ശിർക്ക് വച്ച് കെട്ടുകയാണ്. അത് ആരോപിക്കുക മാത്രമാണ്. അതിൽ ഖുർആനിലും ഹദീസിലും വ്യക്തമായിട്ട് ഒരു തെളിവും ഇന്നേ വരെ അവർക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നത്. ഈ വാദം ആദ്യമായിട്ട് ഉടലെടുക്കുന്നത് ഇബ്നു തൈമിയ എന്ന് പറയുന്ന 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ് തവസ്സുൽ ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് അതിനുശേഷമുള്ള പണ്ഡിതന്മാർക്ക് ആ വാദം ഉണ്ടായിരുന്നില്ല. 1100-ൽ നജിദിൽ ജനിച്ച ഇബ്നു അബ്ദുൽ വഹാബാണ് അദ്ദേഹത്തിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സൗദിയിലെ അന്നത്തെ മദ്ഹബി പണ്ഡിതരായ സൈനി ദഹ്ലാൻ അടക്കമുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും മദ്ഹബി വിശ്വാസികളായ മുഴുവൻ മുസ്ലിമീങ്ങളും കുഫാറുകൾ എന്നുകൊണ്ട് അദ്ദേഹം ഫത്വ ചെയ്യുകയും അവരുടെ രക്തം ചിന്തൽ ഹലാലാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരായിട്ട് യുദ്ധം നയിക്കുകയും ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ മക്കത്തും മദീനത്തും തായിഫിലും കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ് വഹാബിസം സ്ഥാപിച്ചെടുക്കുന്നത്. ആ വഹാബിസത്തിൻ്റെ പതിപ്പാണ് കേരള നെതുവത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വ്യക്തമായി എവിടെന്നാണ് ഇതിൻ്റെ പേര് ഞാൻ പറയണം, ഇബ്നു തൈമിയ ഇന്ന് വഴി ഇബ്നു അബ്ദുൽ വഹാബ് വഴിയാണ് ഇത് ലോകത്ത് പ്രചരിക്കുന്നത്.